إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قل إن ربي يبسط الرزق لمن يشاء من عباده ويقدر له وما أنفقتم من شيء فهو يخلفه وهو خير الرازقين ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും പ്രപഞ്ചനാഥനുമായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ, അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൽ നിരന്തരം പകർത്തിയും പാലിച്ചും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടാൻ ശ്രദ്ധിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ അഹങ്കാരവും ആർത്തിയും പിശുക്കും ആർത്തിയും അതുപോലെയുള്ള ദുസ്വഭാവങ്ങൾ പലതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വളരെ മോശമായ സ്വഭാവമായി എണ്ണിയിട്ടുള്ള ഒരു ദുസ്വഭാവമാണ് പിശുക്ക് എന്നത്. സാധാരണഗതിയിൽ രണ്ട് രൂപത്തിലാണ് അത് കാണാറുള്ളത്. ഒന്ന്, ഒരാൾ അയാളുടെ സ്വന്തം കാര്യത്തിൽ കാണിക്കുന്ന പിശുക്ക്. രണ്ടാമത്, അയാൾ സ്വന്തം കാര്യത്തിൽ ഓക്കെ ആയിരിക്കും, മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ ഇടപെടുന്നിടത്ത് അയാൾ പിശുക്കനായിരിക്കും. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിബിർ കൊണ്ട്, അഹന്ത കൊണ്ട് ഭൂമിയിൽ കുളിരി കൂടുന്ന ആളുകൾക്ക് ശിക്ഷയുണ്ട്, അല്ലാഹു അവരെ ഇഷ്ടപ്പെടില്ല എന്നൊക്കെയും പഠിപ്പിക്കുകയും ഭൂമിയിൽ ഇസ്രാഫ് ഉണ്ടാകരുത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇസ്രായിൽ നമുക്ക് കാണാൻ സാധിക്കും, വലാ തജ്അൽ യദക മഅലൂലതൻ ഇലാ ഉനുഖിക്,
നിന്റെ കൈ നിന്റെ പിരടിയിലേക്ക് ബന്ധിക്കപ്പെട്ടതാക്കി വെക്കരുത്. വലാ തജഅൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത്. നിന്റെ കൈകൾ അതിനെ നീ ഇങ്ങനെ മുഴുവനായി തുറന്ന് നീട്ടിവെക്കുകയുമരുത്. ഫതഖഉദ മലൂമൻ മഹ്സൂറ. അങ്ങനെ ആയാൽ നീ കുറ്റപ്പെടുത്തപ്പെട്ടവനും ഖേദപ്പെട്ടവനുമായി ഇരിക്കേണ്ടി വരുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ യുബഇലുഹുമുല്ലാഹ്. 3 വിഭാഗം ആളുകൾ അല്ലാഹു അവരോട് കോപിക്കുന്നതാണ്. നമ്മൾ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല ഇന്ന കൂട്ടരെ എന്ന് പറഞ്ഞ് ഖുതുബയിൽ കുറെ കേട്ടിട്ടുണ്ട്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 3 കൂട്ടരെ അല്ലാഹു കോപിക്കുന്നു. എന്നിട്ട് അദ്ദേഹം എണ്ണി, മലികുൻ കസ്സാബ്, കളവ് പറയുന്ന ഭരണാധികാരി. രണ്ടാമതായി അദ്ദേഹം എണ്ണി വആഇലുൽ മുസ്തക്ബിർ, അഹങ്കാരിയായ ദരിദ്രൻ. ദാരിദ്ര്യം നല്ലോണമുണ്ട്, എന്നാൽ അഹങ്കാരത്തിനൊട്ട് കുറവുമില്ല, അങ്ങനെ ജീവിക്കുന്ന ആൾ. മൂന്നാമത്തത് വഅനിയുൻ ബഖീൽ, പിശുക്കനായ ധനികൻ. ധന്യത നല്ലോണമുണ്ട്, പക്ഷേ നല്ല പിശുക്കനാണ്. ഈ 3 വിഭാഗത്തെയും അല്ലാഹു കോപിക്കുന്നു എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശുക്കാണ് നമ്മുടെ വിഷയം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, എന്റെ പേര് കേട്ടാൽ സ്വലാത്ത് ചെല്ലാത്തവൻ ഏറ്റവും വലിയ പിശുക്കനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുജാഹിദ് പള്ളിയല്ലേ ഇത് ചെല്ലാൻ പറ്റുമെന്ന് ആരും പേടിക്കണ്ട. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും ചെല്ലണം. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മനസ്സിലാക്കുക, എന്തായാലും പിശുക്കനെ ജനങ്ങൾ ഏതായാലും വെറുക്കും. ചില ഭർത്താക്കന്മാരോട് ആ ഭാര്യക്കുള്ള ആകെയുള്ള വെറുപ്പ് എന്തെങ്കിലും മൂപ്പര് പിശുക്കനാന്നുള്ളതായിരിക്കും. പല മക്കൾക്കും അവരുടെ പിതാക്കളോടുള്ള ഏറ്റവും വലിയ പുച്ഛം ഈ വാപ്പ ഭയങ്കര പിശുക്കനായിരിക്കും. ശ്രദ്ധിക്കണം നമ്മളെല്ലാവരും. പല സ്വഭാവങ്ങളും സൽസ്വഭാവങ്ങളും അള്ളാഹ്ക്ക് ബോധ്യപ്പെടുത്തിയാൽ മതിയാകും. ചിലത് ആരെയും കാണിക്കേണ്ടതില്ല. പക്ഷെ പിശുക്ക് എന്ന ആ ഒരു ദുസ്വഭാവം, അതിന്റെ ഒരു കീർത്തി ഉണ്ടല്ലോ, ആ ദുഷ്കീർത്തി അതൊരാളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുമെന്നുള്ളതാണ്. അയാൾ ഏറ്റവും മോശപ്പെട്ടവനായിട്ട് മാറും, കുറ്റപ്പെടുത്തപ്പെട്ടവനാകും നീ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സഹോദരങ്ങളെ, അവിടെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹു കോപിക്കുമെന്ന് പറഞ്ഞ 3 വിഭാഗത്തിൽ നിന്നും നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പല ഇനങ്ങളാണ് പിശുക്കിനുള്ളത്. ചെലവഴിക്കുന്നതിൽ മാത്രമല്ല, പല ഇടപാടുകളിലൂടെയും പിശുക്ക്, വിജ്ഞാനം പകർന്നു കൊടുക്കാൻ പിശുക്ക് കാണിക്കുന്നവർ, പാടില്ലാത്ത ഒരു ദുസ്വഭാവമാണത്. അതേപോലെ തന്നെ ഭക്ഷണത്തിൽ പിശുക്കുന്നവർ. ബന്ധുക്കളൊക്കെ വന്നാൽ വലിയ ചെലവല്ലേ, അതിന് നിൽക്കണ്ടെന്ന് പറയും. ഏതൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോഴും ചെലവ് എന്നിടത്തായിരിക്കും. പല ആളുകളും ടൂറ് പോകാത്തത്, കൂടെ വരുന്ന 20 ആളുകളിലെ 19 ആളുകൾ പൈസ ഇടുമ്പം ഞാനും ഇടേണ്ടി വരല്ലോ എന്നുള്ള ടെൻഷനല്ല, ഒറ്റക്കല്ല, 19 ആളും അതിലുണ്ടെങ്കിലും എന്റെ കയ്യിൽ നിന്നും പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേണ്ടാന്ന് പറയുന്നവർ. ഇനി ടൂർ പോട്ടെ, ദഅവാ പരിപാടികളിൽ പലതും നമ്മുടെ നാടുകളിൽ ഇത്രയധികം പരീക്ഷിക്കപ്പെട്ട വർഷമുണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. 2019 മുതൽ ഇങ്ങോട്ട് നിരന്തരമായ പരീക്ഷണങ്ങൾ ഭൂമിയിലൂടെ നമ്മൾ കണ്ടില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മടിച്ചതിന്റെ പേരിലാണ്, ഒരു സംശയവുമില്ല. എന്താ, ആളുകൾക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചാൽ ചെലവല്ലേ എന്ന് വിചാരിച്ചതിന്റെ വരവാലോചിക്കാതെ ആളുകൾ പിശുക്കിയതിന്റെ ഫലമായിട്ടും അത് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. ഇനി പല ആളുകൾക്കും, ഈ ഖുതുബ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക, ചില ആളുകൾ വിചാരിക്കും ഈ പിശുക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഉള്ള ആളുകളെ ബാധിക്കുന്ന സുഖേടല്ലെന്നാണ്. അല്ല, പിശുക്ക് എല്ലാരിലും വരും. ധനമുള്ളവരിൽ വരും, സമ്പത്തുള്ളവരിൽ വരും, ഇതൊന്നുമില്ലാത്തവനിലും ആ സ്വഭാവം കടന്നു കയറി വരും. കുടില ചിന്താഗതിയും കുടുസായ മനസ്സും ആ ആളിൽ ഉണ്ടെങ്കിൽ അയാളെ ചുറ്റിപ്പെട്ട് എന്തെടുത്ത് നോക്കിയാലും ഒരു കുടിസതായിരിക്കും. എല്ലാം കുടുങ്ങിക്കിടക്കും. മൊത്തത്തിൽ അയാൾ സംസാരിക്കുമ്പോൾ പോലും ഒരു വിശാലതയില്ലാത്ത ഒരു ഭാവം നമുക്ക് അനുഭവിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ഒരു വല്ലാത്ത ദുസ്വഭാവമാണിത്. അതിൽ നിന്ന് നമ്മൾ മാറണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഇനിയോ അതിനെന്താണ് നമ്മൾ വേണ്ടത്? ഉദാരത നിലനിർത്തുക എന്നതാണ് പ്രധാനം.
ഉദാരത, ആളുകളോട് കാണിക്കേണ്ട ഉദാരത, ആതിഥ്യ മര്യാദകൾ അത് വിശാലമാക്കുക. ആളുകൾ എപ്പോഴും ജനങ്ങൾക്ക് പലതും ചെയ്യുന്നുണ്ടാകും. പക്ഷെ പ്രിയപ്പെട്ടവരെ, അത് ആ അതിഥിക്ക് അത്ഭുതം കൂറുന്ന രൂപത്തിലുള്ള ആതിഥേയത്വം നമുക്ക് വഹിക്കാൻ സാധിച്ചാൽ ആ ഉദാരത വലുതാണ്. അതോടൊപ്പം തന്നെ സ്വന്തം കാര്യങ്ങളിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കെ, പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും വിശപ്പും ഉണ്ടായിരിക്കെ, താനല്ലാത്ത എതിരാളിയായി വന്നിരിക്കുന്ന മറ്റൊരാളുടെ വിഷമത്തിലേക്ക് നമുക്ക് ചേക്കേറുവാൻ സാധിച്ചാൽ, നമുക്ക് ഇടപെടുവാൻ സാധിച്ചാൽ അതും ഏറ്റവും വലിയ ഉദാരതയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമ്മൾ ഒരുപാട് ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ പറയാൻ പോകുന്ന ചരിത്രവും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. നിങ്ങൾക്കറിയുമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഈ ചരിത്രം ഇവിടെ ഉദ്ധരിക്കുന്നത്. അന്ന് മുആവിയയുടെ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 1500 ഒട്ടകങ്ങളുള്ള ഒരാൾ, ഞാൻ മുമ്പ് പറഞ്ഞു എന്ന് തോന്നുന്നു, ചുരുക്കുകയാണ്. ആ 1500 ഒട്ടകമുള്ള ആള് സക്കാത്ത് കൊടുക്കേണ്ടത് 30 ഒട്ടകങ്ങളാണ്. ഇദ്ദേഹത്തെ പറ്റി ചരിത്രം പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച മനുഷ്യനാണത്രേ ഈ ധനികൻ, ഈ 1500 ഒട്ടകമുള്ള ആൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 25 ഒട്ടകങ്ങളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അങ്ങനെ സക്കാത്ത് പിരിക്കാനായി പോയ സമയത്ത് ഉദ്യോഗസ്ഥർ, നിങ്ങളുടെ 25 ഒട്ടകത്തിന് ഒരു ചെറിയ 1 വയസ്സുള്ള ഒട്ടകമാണ് സക്കാത്ത് തരേണ്ടത് എന്ന് പറഞ്ഞ് അവര് സക്കാത്ത് കളക്ട് ചെയ്യാൻ പോയ ആള് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, ഈ 1 വയസ്സുള്ള ചെറിയ ഒട്ടകത്തെ സക്കാത്ത് കൊടുത്തിട്ട് എന്താ കാര്യം? 1 വയസ്സായ ഒട്ടകം പാല് ചുരത്തില്ല, പ്രസവിക്കില്ല, അതേപോലെ തന്നെ സവാരിക്ക് യോജിക്കില്ല, ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു വലിയ ഒട്ടകത്തെ തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, 25 ഒട്ടകമുള്ള ആൾ 1 വയസ്സായ ഒട്ടകത്തെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് അതിനേക്കാളും അറിയണമെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹിയെ പോയി കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ പ്രവാചകന്റെ അടുക്കലേക്ക് പോവുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകരെ, ചെറിയ ഒട്ടകത്തെ കൊടുത്തിട്ട് എന്താണ്, അത് കിട്ടുന്ന ആൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? യാത്ര ചെയ്യാനാകുമോ? അതേപോലെ പാല് ചുരത്താൻ കഴിയുമോ? മേൽക്കയറുവാൻ സാധിക്കുമോ? അതിനുള്ള പ്രായമായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അഭിഷ്ടമനുസരിച്ച് സംസാരിക്കാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 25 ഒട്ടകത്തിന് സക്കാത്ത് കൊടുക്കേണ്ടത് ഈ 1 വയസ്സായ ഒട്ടകമാണ്. ഇനി താങ്കൾക്ക് വലുതിനെ കൊടുക്കാൻ സാധിക്കുമോ? കൊടുത്തോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് പ്രവാചകന്റെ അടുക്കൽ ജീവിച്ചിട്ട് 1 വയസ്സായ ഒട്ടകത്തെ ചോദിച്ചു വന്ന സമയത്ത് വലിയ ഒന്നിനെ തരാം, കിട്ടുന്ന ആൾക്ക് ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഖുലഫാഉർ റാഷിദീങ്ങളായ 4 ഖലീഫമാരുടെ 30 വർഷങ്ങൾക്ക് ശേഷം ആയുസ്സോടെ നിലനിന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് 1500 ഒട്ടകത്തിന്റെ ഉടമയായ മനുഷ്യൻ ഇതേ മനുഷ്യനാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിക്കേ, 30 വർഷം കൊണ്ട് 1500 ഒട്ടകങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയാണോ നൽകിയത്? അല്ല, ആ 30 വർഷത്തിനിടയിൽ ഓരോ വർഷവും സക്കാത്ത് കൊടുത്ത ഒട്ടകവും കൂടി ഇതിന്റെ കൂടെ കൂട്ടണ്ടേ? അത്ര ഉദാരത നമുക്കുണ്ടാവണം പ്രിയപ്പെട്ടവരെ. എങ്കിൽ യമഹഖുല്ലാഹു റിബാ വയുർബിസ് സദഖാത്ത് എന്ന് പറഞ്ഞത്. സദഖ നമ്മളെ പരിപോഷിപ്പിക്കും, നമ്മൾ വിചാരിക്കാത്തത്ര ധന്യതയിൽ, വളർച്ചയിൽ അത് കടന്നു വരും. മുമ്പ് ഒരു പുരോഹിതൻ എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ ആരാധനാലയത്തിൽ ഇരുന്ന് ധ്യാനിയായി ജീവിച്ച മനുഷ്യൻ, വർഷങ്ങളോളം അത് തുടർന്നു. സമീപത്തൊരു സ്ത്രീ വന്നു താമസിച്ചു. ആ സ്ത്രീയുമായിട്ടൊരു അസംബന്ധമുണ്ടായി, മോശമായ ഒരു ബന്ധം. 6 തവണ അവർ ഒന്നിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അങ്ങനെ 6 തവണ ഈ ധ്യാനമഠത്തിൽ നിന്ന് ഇറങ്ങി സ്ത്രീയോടൊപ്പം ജീവിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തി. മനസ്സിലാകുന്നുണ്ടാവും. അങ്ങനെ അദ്ദേഹത്തിന് കുറ്റബോധം വന്നു, ആകെ ബേജാറായി, വിഷമത്തിലായി, ആരാധനകളിലൊന്നും ഉൾപ്പെടാൻ കഴിയാത്ത അവസ്ഥയിൽ വന്നു. മാരകമായ പാപങ്ങൾ ചെയ്തവർ ശ്രദ്ധിച്ചോളി, അവർക്ക് ആരാധനയിൽ മുഴുകാൻ സാധിക്കില്ല, അവർക്ക് നമസ്കാരങ്ങളിലേക്ക് അടുക്കാൻ കഴിയില്ല, അവർക്ക് നന്മകൾ ചെയ്യാൻ അവർക്ക് പ്രേരണ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അതുപോലെ അദ്ദേഹം ആകെ വറ്റി വരണ്ട ഒരു മനസ്സുമായി മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ അദ്ദേഹം മറ്റൊരു മഠത്തിൽ എന്ത് ചെയ്തു? അഭയാർത്ഥിയായിട്ട് ചെന്നു. അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹം കുറെ പാപമോചനങ്ങളൊക്കെ നടത്തി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 3 ദിവസത്തോളം അദ്ദേഹത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിന് ആരോ ഒരു റൊട്ടി, ഒരു കഷ്ണം റൊട്ടി കൊണ്ടുപോയി കൊടുത്തു. ആ കഷ്ണം റൊട്ടി 2 കഷ്ണമാക്കി തന്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന ദരിദ്രരായിരിക്കുന്ന 2 ആളുകൾക്ക് അദ്ദേഹം അത് ദാനം ചെയ്തു. എന്നിട്ട് ചരിത്രം പറയുന്നു, അദ്ദേഹം വർഷങ്ങളോളം ധ്യാനത്തിലിരുന്നതും
ഈ ചെയ്ത പാപവും തമ്മിൽ അളന്നപ്പോൾ പാപമാണത്രേ ഭാരമായിട്ട് തൂങ്ങിക്കിടക്കുന്നത്. പിന്നീട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഈ റൊട്ടിക്കഷ്ണത്തിന്റെ ഈ ഹദിയ നൽകിയത്, സ്വതക്ക നൽകിയതും അദ്ദേഹത്തിന്റെ പാപവും തൂക്കി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വതക്ക അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്. ഉദാരത എന്നത് വമ്പിച്ച അപകടത്തിൽ നിന്നാണ് നമ്മളെ രക്ഷപ്പെടുത്തുക, ഇഹലോകത്തും പരലോകത്തും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അവിടെയൊക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഏറെക്കുറെ ഉദാരമനസ്കനായി ജീവിക്കുക എന്നത് തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമാണ്. നമ്മൾ വിചാരിക്കും അതിന് പണം വേണ്ടേന്ന്. വേണ്ട പ്രിയപ്പെട്ടവരെ. ഉദാരത മനസ്സുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൈകളിൽ അത് വേണ്ട. പാവപ്പെട്ട ഒരുത്തനെ കണ്ടാൽ, ആവശ്യക്കാരനെ കണ്ടാൽ, രോഗാതുരമായ അവസ്ഥയിൽ ഒരു രോഗിയെ കണ്ടാൽ അതിലേക്ക് ഇടപെട്ട് അവർക്ക് എന്താണോ ആവശ്യം അത് ആവശ്യമുള്ളയിടത്ത് നിന്ന് ഒപ്പിച്ച് സംഘടിപ്പിച്ച് കൊടുക്കാനെങ്കിലും ഉദാരത മനസ്സുള്ള മനുഷ്യന് കഴിയും. അല്ലെങ്കിലോ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവരും തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മുടെ മഹല്ലിൽ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് പണക്കാരായ ആ 5-10 ആളുകളുണ്ടല്ലോ, അവർ നോക്കട്ടെ. അല്ലെങ്കിൽ അയൽവാസിയായ ആ പണക്കാരനല്ലേ അത് നോക്കേണ്ടത്, അവനല്ലേ ചോദ്യമുണ്ടാകുക എന്ന് വിചാരിച്ച് സമാധാനമടയാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ചെയ്യരുത്. അവിടെയാണ് നമ്മളുടെ ഉദാര മനസ്സിന്റെ വലുപ്പം നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. ഒരു പിശുക്കനെ സംബന്ധിച്ചിടത്തോളം സ്വയം പിശുക്കുക മാത്രമല്ല അയാൾ ചെയ്യുന്നത്, മറ്റുള്ള ആളുകൾക്ക് ആ ദുർഗുണം പകർത്താനും അയാൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ലേ? ഒരു പിശുക്കുള്ള സ്വഭാവം, നീ എന്തിനാടാ ബൈക്കിന് പോകുന്നത്, നിനക്ക് ബസ്സിന് പോയാൽ പോരെ, 5 ഉറുപ്പ്യല്ലേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഓനെ ഒതുക്കിയിട്ട് കൊണ്ടുവരും. മനസ്സിലായോ? ഓൻ എന്തെങ്കിലും ഒരു നിർമ്മിതി നടത്തുമ്പോൾ എന്തിനാണ് അത് ചെയ്തത്, എനിക്ക് ഇത് ചെയ്താൽ പോരെ, മറ്റേടത്ത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഓനെയും കൂടി ഇയാളെ പോലെ ഒതുക്കി കൊണ്ടുവരും. ഇത് വലിയ പ്രശ്നമാണ്. ചില ആളുകൾ, കൂടെയുള്ള ആളുകൾ, ഒന്നും വിചാരിക്കരുത്, ആരെയെങ്കിലും ബാധിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കുള്ളതാണ് ഈ ഖുത്ബ. അതാണല്ലോ ഖുത്ബ. നമ്മൾ ഏതൊരു വിഷയം പറയുമ്പോൾ ആരെയെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ ഉറപ്പിച്ചോളി, അയാൾക്കുള്ളതാണ്. പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ആയത്തുകളുമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഒരു കുട്ടില ചിന്താഗതി വരുമ്പോൾ, എന്നാൽ ഇസ്രാഫ് അവിടെ അല്ല കിടക്കുന്നത്. ഇസ്രാഫ്, ധാരാളിത്തം എന്നത് മറ്റൊരു മേഖലയാണ്. കുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ എന്നാ ഖുർആൻ പറഞ്ഞത്. ഒരിക്കലും ആ മുസ്രിഫിനെ അല്ലാഹു ഇഷ്ടപ്പെടില്ല, ധാരാളിയെ. പക്ഷേ ആത്മാർത്ഥമായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം, നമ്മുടെ നാട്ടിലെ ഇസ്രാഫുള്ള മനുഷ്യനാരാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയൂല. ആരെയും നമ്മൾ ആലോചിക്കും. നിങ്ങളുടെ നാട്ടിലെ പിശുക്കനാരാന്ന് വെച്ചാലോ 2 ലേറ്റ് എത്തും നമ്മളെ മനസ്സിലാണ്, മിനിമം. അല്ലേ? അതായത് ഒരു മുസ്രിഫ് മാർക്ക് ചെയ്യപ്പെടുന്നില്ല എവിടെയും. ഒരു മുസ്രിഫ് മാർക്ക് ചെയ്യപ്പെടുന്നില്ല എവിടെയും. ഒരു പിശുക്കൻ 1% പിശുക്കിയാൽ അവൻ മാർക്ക് ചെയ്യപ്പെടും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഓരങ്ങനെ പറഞ്ഞോട്ടെ. പോരാ പ്രിയപ്പെട്ടവരെ, അവര് പറയാതിരിക്കാൻ എവിടെയോ ഒരൽപ്പം സഹോദര നീ ശ്രദ്ധിച്ചാൽ മതിയാകും. അയാൾക്ക് വെറുതെ കൊണ്ടുപോയി കൊടുക്കുന്നു വേണ്ട. എവിടെയോ ഒരൽപ്പം നിന്റെ കൈയൊന്ന് ചുരുങ്ങിയതാണ് കാരണം. ആ ദുസ്വഭാവം പ്രിയപ്പെട്ടവരെ മനുഷ്യന് സമൂഹത്തിന്റെ ഉയർന്നു നിൽക്കുന്ന അവന്റെ ഐസ്സത്തിനെ ബാധിക്കും. അവന്റെ ക്രെഡിബിലിറ്റി അതോടുകൂടി തകരും. ഒരു പുതിയാപ്പിള എന്നാന്ന് വിചാരിച്ചോ, ഒരു വീട്ടിൽ 2 പുതിയാപ്പിള, 2 പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ് 2 പുതിയാപ്പിളമാർ കയറി വന്നു. സ്വാഭാവികമാണല്ലോ, 2 എണ്ണം വരുമ്പോൾ ഒരു കമ്പാരിസൺ അവിടെ വരും. അപ്പൊ 2 ദിവസം കഴിഞ്ഞാൽ പറയും മറ്റേ പുതിയാപ്പിള അടിപൊളിയാണ്, കാരണം മൂപ്പര് നല്ല സാധനമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും. ഇപ്പുറത്തെ ആള് കഴിവുണ്ടായിട്ട് വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ പിശുക്കനായിട്ട് പിറ്റേ ദിവസം അറിയപ്പെടും. പാവാണെങ്കിൽ ആൾക്കാർ പറയും മൂപ്പര് പണമൊന്നും ഇല്ലാത്ത ഒരാൾ, ഒരു സാധുവാണ്. ജനങ്ങൾ സത്യസന്ധമായി അത് വിലയിരുത്തും. പ്രിയപ്പെട്ടവരെ, നമ്മൾ സൂക്ഷിക്കുക. നമ്മൾ ഇതെല്ലാം കൂട്ടിവെച്ചിട്ട് എങ്ങോട്ടാണ്? ആരെങ്കിലും ലിനന്റെ തുണി കൊണ്ട് കഫം പുടയുണ്ടാക്കി പറഞ്ഞു പോയിട്ടുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ നിന്ന്? എല്ലാവർക്കും വാങ്ങുന്നത് ഒരേ തുണിയാണ്, എല്ലാവരും കിടന്നുറങ്ങുന്നത് ഒരേ മണ്ണിലാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, എല്ലാവരെയും കൊണ്ടുപോകുന്നതും എല്ലാവരെയും കുഴിച്ചു മൂടുന്നതും ഒരേ മനുഷ്യന്മാരാണ്. അല്ലേ? നമ്മളെ മുതലാളിക്ക് കബറ് കുഴിക്കാൻ പുറത്ത് നാളിറങ്ങാറില്ല, നാട്ടിലെ സാധാരണക്കാരൻ തന്നെയാണ് അത് കുഴിക്കുന്നത്. നമ്മൾ ആലോചിക്കുക. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ജനങ്ങളുടെ ഈ ഭൗതികമായ കീർത്തി ലഭിക്കാൻ വേണ്ടി അവനവന്റെ ഉത്തരവാദിത്തങ്ങളെ മറന്ന് ജനങ്ങൾക്കിടയിൽ മുസ്ലിഫായി ജീവിക്കുക എന്നത് ഒരിക്കലും അല്ലാഹു ഇഷ്ടപ്പെടുന്നതുമല്ല. അത് രണ്ടിന്റെയും ഇടയിൽ മുത്തവസ്സിത്തായിട്ടൊരു മനസ്സ് മനുഷ്യന് പാകപ്പെടുത്താൻ കഴിയണം. ആദ്യം നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് ഞാൻ പിശുക്കനല്ല എന്ന് നമ്മൾ ജഡ്ജ് ചെയ്യരുത്. ഞാൻ പിശുക്കനാകുന്നുണ്ടോ എന്ന നിരീക്ഷണമാണ് ഇവിടെ ആവശ്യം. എങ്കിലും നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. കുട്ടികൾ പോലും പറയും, ചിലപ്പോ നമ്മുടെ മക്കൾ പോലും അപ്പൊ ഭയങ്കര പിശുക്കനാണ്. ചിലപ്പോൾ മക്കൾ പറയും ബാപ്പ അടിപൊളിയാണ്, ഉമ്മ ഭയങ്കര പിശുക്കത്തി എന്ന് പറയും. സത്യസന്ധമായിട്ടാണ് ഇതിന് വിലയിരുത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ,
അവിടെയൊക്കെയും നമ്മൾ ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ മുന്നിൽ ആരാണ് നേരെയുള്ളത് എന്നാണ് അള്ളാഹു നോക്കുക. അങ്ങനെയാണ്. അതുപോലെ തന്നെ കുഫറിലേക്ക് പോലും പിശുക്കിനെ ചേർത്ത് പറഞ്ഞു എന്നത് വളരെ ഗൗരവമുള്ളതാണ്. നമ്മുടെ കണ്ണിൽ പലരും പിശുക്കന്മാരാകാം, എന്നാൽ സ്വന്തം കാര്യത്തിൽ ആത്മപരിശോധന ആവശ്യമാണ്. 100 രൂപ വരുമാനമുള്ളവൻ അതിൽ ചില്ലറ പൈസ പിശുക്കും, അല്ലെങ്കിൽ ചില്ലറ ഭാഗത്ത് അവന് പിശുക്കുണ്ടാകും, സ്വഭാവത്തിൽ പിശുക്കുണ്ടാകും, ഇടപാടിൽ പിശുക്കുണ്ടാകും, ആളുകളുടെ വിട്ടുവീഴ്ചയിൽ പിശുക്കുണ്ടാകും. അതേപോലെ സഹാനുഭൂതിയിലും സവർത്തിത്വത്തിലും ക്ഷമയിലും പിശുക്കുണ്ടാകും. ഈ പിശുക്ക് എന്ന മാരകരോഗം സമ്പത്തിനെ മാത്രം ഡിപ്പെൻഡായി നിൽക്കുന്ന ഒരു ദുസ്വഭാവമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നല്ല വിശാലമായ ഹൃദയം, ഒരു മനുഷ്യന്റെ ഒരു സങ്കടത്തെ നല്ല ഹൃദയപൂർവ്വം കേൾക്കാനിരിക്കുക എന്ന് പറയുന്നത് പോലും അതിൽ പോലും ഉദാരതയുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ദുസ്വഭാവം കടന്നു വരുന്നതിനെ സൂക്ഷിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും കാവൽ നൽകുമാറാവട്ടെ. ഇനിയോ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്നു, പിശുക്കിൽ ഏറ്റവും ഗൗരവമായത് ഒരു മനുഷ്യൻ തനിക്ക് പല ആവശ്യങ്ങളുണ്ടായിട്ടും സ്വന്തം കാര്യത്തിൽ പിശുക്ക് കാണിക്കുക എന്നതാണ്. എത്രയെത്ര ആളുകളാണ് സമ്പത്ത് പിടിച്ചു വെക്കുന്നത്, അവർ രോഗികളാകുന്നു അല്ലെ? പല ആളുകളും പണമുണ്ട്, പക്ഷെ ചികിത്സിച്ച പൈസ പോവില്ലേ? ഉംറക്ക് പോയാൽ പൈസ പോവില്ലേ? ഫാമിലിനെയും കൂടി കൊണ്ടോണ്ടേ? അപ്പൊ അങ്ങനെ കൂട്ടുക. നമ്മൾ 10 പേരുണ്ട്, അപ്പൊ 8 ലക്ഷം റുപ്യ ആവൂലേ? എന്താ കിട്ടുക എന്ന് ചിന്തിക്കൂല, പോകുന്നത് മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. എല്ലാവരും അതിങ്ങനെ അടക്കിപ്പിടിച്ച് അല്ലേ, സ്വർണവും വെള്ളിയും അതുപോലെ ദീനാറുകളും ദിർഹമുകളും പണവും ഒതുക്കിപ്പിടിച്ച് കൂട്ടി നിർത്തിയിട്ട് സേഫ്റ്റി പ്രദാനം ചെയ്തിരിക്കുന്നത് പോലെയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രാഥമികമായി നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങളിൽ, അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ള ആളുകളോട് ചെയ്യാൻ പറഞ്ഞ അമലുകളിൽ ഈ പണക്കാരെ മുന്നിലുണ്ടാകണം. മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിലും അനാഥരെ സംരക്ഷിക്കുന്നതിലും വിധവകളെ സംരക്ഷിക്കുന്നതിലും ഇവന് മുന്നിൽ വരണം. സമൂഹത്തിൽ തന്റെ അയൽപക്കത്തൊരു അയൽവാസിയും പട്ടിണി കിടക്കുന്നില്ല എന്നതുറപ്പിക്കുന്നതിൽ ഇവർ വരണം. അങ്ങനെ എല്ലായിടത്തും ഉദാരമതികളായി ജീവിക്കാൻ സാധിച്ചാൽ പിശുക്ക് എന്ന ദുസ്വഭാവത്തെ നമ്മളിൽ നിന്ന് മാറ്റാൻ സാധിക്കും. ഇനിയോ പല ജനതകളുടെയും നാശത്തിന് പോലും കാരണമായ വിഷയമാണ് പ്രിയപ്പെട്ടവർ ഈ ലുബ്ധത. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഇത്തഖുദ്ദുൽമ, നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കുക, തീർച്ചയായും അക്രമം ഖിയാമത്ത് നാളിൽ അന്ധകാരമായിരിക്കും. നിങ്ങൾ പിശുക്കിനെ സൂക്ഷിക്കുക, തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ള പലരെയും നശിപ്പിച്ചു കളഞ്ഞത് ആ ദുസ്വഭാവമാണെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉള്ളവരെന്ത് ചെയ്യുക? ഉള്ളതിനനുസരിച്ച് കൊടുക്കാൻ പഠിക്കുക, പരിശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ദാസന്റെ മനസ്സിൽ പിശുക്കും സത്യവിശ്വാസവും ഒരിക്കലും ഒരുമിക്കുകയില്ല. പിശുക്കും സത്യവിശ്വാസവും ഒരിക്കലും ഒരു ദാസന്റെ, ഒരു അടിമയുടെ മനസ്സിൽ അത് ഒരുമിച്ചിരിക്കുകയില്ല എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശാല മനസ്സോടുകൂടി നമ്മൾ ജീവിക്കുക. നമ്മൾ വിചാരിക്കുമോ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു കൺട്രോൾ ഇല്ലാതെ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകില്ലേ? ഒരിക്കലും നഷ്ടപ്പെടൂല. എന്ന് മാത്രമല്ല, അത് വർദ്ധിക്കുകയാണ് ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയോ നന്മയുടെ മാർഗത്തിൽ ഒന്നും ചെലവഴിക്കാതിരിക്കുകയും എന്നാൽ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ലഭിക്കുകയും ചെയ്യുന്ന, കൊടുക്കുകയും ചെയ്യുന്ന, ഭൗതികമായ ലാഭങ്ങൾക്കും സൗകര്യങ്ങൾക്കും പദവികൾക്കും വേണ്ടിയിട്ട് കുറെ കൊടുക്കും. എന്നാൽ നന്മയുടെ മാർഗത്തിൽ അതവർ എന്ത് ചെയ്യില്ല, അതിന് നിൽക്കൂല. അപ്പൊ ആളുകൾ പലപ്പോഴും ഒരു സീസണിൽ അങ്ങനെയായിരുന്നു. കളക്ഷനൊക്കെ പോയാൽ എന്തിന് നിങ്ങൾക്ക് അടികൂടാനല്ലേ, എന്തിന് ഒച്ചപ്പാടാക്കാനല്ലേ, എന്തിന് സമ്മേളനം കഴിക്കാനല്ലേ, അന്നേരം കൊണ്ട് ഒരു പുലർത്തെടുത്തുകൂടെ ചോദിക്കും. ഇയാളെ ധാരണ എന്താ? ഈ സമ്മേളനം കഴിക്കുന്ന ആളുകൾ ആത്മാർത്ഥമായിട്ട് കുറച്ച് ആളുകൾ ദഅവ നടത്തുന്ന, ഖുർആൻ പറഞ്ഞു കൊടുക്കുന്ന, ഹദീസ് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദര, നീ പോലും ഈ ഈമാനോടെ നിലനിൽക്കുന്നത് മുമ്പേതോ ഒരാൾ പറഞ്ഞ അല്ലെങ്കിൽ നടത്തിയ സമ്മേളനത്തിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ മജ്‌ലിസിൽ ഇരുന്നിട്ടോ ആയിരിക്കില്ലേ? ഇപ്പൊ നമ്മളതൊക്കെ വേണ്ടാന്ന് വെച്ചാൽ എന്താ ഉണ്ടാവുക? കുറെ ആൾക്കാർ പൊരയെടുത്ത് ഇവിടെ ഇരിക്കാനാ. എല്ലാം ആവശ്യമാണ്. അതിലേറ്റവും പ്രധാനമേതാണെന്ന് തെരഞ്ഞെടുത്ത് അവിടെ പണം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുന്നവനാണ് മുഅ്മിൻ. അവിടേക്കാണ് നമ്മളുടെ സൂക്ഷ്മത പോകേണ്ടത്. ഇനി പിശുക്കിൽപ്പെട്ട ഒന്നാണ് സലാം പറയാനുള്ള പിശുക്ക്. പല ആളുകൾക്ക് മുമ്പ് കുറെ ഉണ്ടായിരുന്നത്. ഇന്ന കൂട്ടരോട് പറയരുതേ എന്നൊക്കെ ബയലൊക്കെ നടന്നിരുന്നു. ഇന്ന കൂട്ടരെ കണ്ടാൽ സലാം ചെല്ലരുത്, ചെല്ലിയാൻ മടക്കരുത് എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയുക. എന്താ പറയുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരാ, നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ, അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ.
30 കൂലിയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ചൊല്ലിയാൽ 30 കൂലി. തിരിച്ചന്നേരം അതുപോലെ കിട്ടും ഇങ്ങോട്ട്. അതുപോലെ അങ്ങോട്ട് ഇരട്ടിയായിട്ടുള്ള ദറജകളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ. നിങ്ങൾ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമില്ല നിങ്ങൾ മുഅ്മിനാകാതെ. വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബൂ. നിങ്ങൾ ഒരിക്കലും മുഅ്മിനാകുന്ന പ്രശ്നമില്ല പരസ്പരം സ്നേഹിക്കാതെ. അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബ്ബബ്തും. നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകാൻ ഞാനൊരു ഫോർമുല പറഞ്ഞു തരാം. എന്നിട്ട് റസൂലുള്ളാഹി പ്രിയപ്പെട്ട സഹാബികളോട് പറഞ്ഞു, അഫ്ശുസ് സലാമ ബൈനക്കും. നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക. നമ്മളെ വീട്ടിൽ എത്ര സലാം ഉണ്ടാവും? ഒരാളും സലാം പറയുന്നില്ല എന്നുള്ള കാര്യം. പണ്ട് വയസ്സായ ഉപ്പാപ്പമാര് ചെല്ലിയതായിരിക്കും അവസാനത്തെ സലാം. കയറി വരുന്ന എല്ലാവരും നായയും പൂച്ചയും കയറി വരുന്ന പോലെ കയറി വരികയാണ്. അവരെങ്കിലും ഒച്ചെങ്കിലും ഉണ്ടാക്കും. ബാപ്പയോട് മക്കൾക്ക് ചെല്ലാൻ മടിയാൻ, അമ്മോശനോട് അളിയന് ചെല്ലാൻ ഒരു ലജ്ജയാൻ. ഏത് ലജ്ജയാണോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, നിനക്ക് സഹോദര താങ്കൾക്ക് അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ട്, എല്ലായിടത്തും ഫിറ്റല്ലേ? പോക്കറ്റ് അടിച്ചു പോയിട്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന മനുഷ്യനെ കണ്ടാലും നമുക്ക് സലാം ചെല്ലാം. മരിച്ച വീട്ടിൽ കയറുമ്പോൾ സലാം ചെല്ലാം. പ്രസവിച്ച സ്ഥലത്ത് കയറുമ്പോൾ സലാം ചെല്ലാം. പ്രസവാനന്തരം ആ കുട്ടി മരിച്ചിട്ടുണ്ടാവും, അവിടെയും സലാം ചെല്ലാം. പക്ഷെ ഗുഡ് മോർണിംഗ് എന്നതോ എവിടെയൊക്കെ ഫിറ്റാകും? പോക്കറ്റ് അടിച്ച് വേജാറായി നിൽക്കുന്നവരോട് ഗുഡ് മോർണിംഗ് ഫിറ്റാവോ? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഏറ്റവും നല്ല അഭിവാദ്യം എവിടെയും ചെല്ലാൻ പറ്റിയത്. ഒരു വാപ്പയുടെ 7 മക്കളും മരിച്ചു എന്ന് കൂട്ടിക്കോളൂ, അവന്റെ ഉമ്മയും മരിച്ചു എന്ന് കൂട്ടിക്കോളൂ. അങ്ങനെ വിറങ്ങിലിച്ച് നിൽക്കുന്ന മരവിച്ച മനുഷ്യനോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സ്വാധീനമുണ്ടല്ലോ, ഒരു വാക്കിനും കിട്ടില്ല ദുനിയാവിൽ. അതാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതാണ് ചെല്ലരുതെന്ന് നമ്മൾ ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത് സമുദായത്തിന്. എന്താ ചെല്ലിയ കിട്ടുക? ഓ നന്നായി പോവല്ലോ, നീയും നന്നാവും. ഇല്ലെങ്കിൽ അതവിടെ ഇല്ലാതാവുക ചെയ്യുക. പരസ്പരമുള്ള അഭിവാദ്യം, ആ കാര്യത്തിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പിശുക്കൻ അബ്ഖലുൻ നാസി മിൻ ബഖല ബിസ്സലാം. ഏറ്റവും വലിയ പിശുക്കൻ സലാം പറയുന്നതിൽ പിശുക്ക് കാണിക്കുന്നവനാണ്. ഒരു വലിയ മരം ഇങ്ങനെ ചുറ്റി വരികയാണ്. ഒരു പ്രാവശ്യം കണ്ടു അസ്സലാമു അലൈക്കും, രണ്ടാമത് ചുറ്റി വരുമ്പോ കണ്ട ചെല്ലിക്കോളി എന്നാ പറഞ്ഞത്. നേരത്തെ ചെല്ലി, രാവിലെ ചെല്ലിയത് അത് മതിയായ ഇതെന്താ ഗുളികയോ? ഏത് സമയത്ത് കണ്ടാലും നമ്മൾ സലാം ചെല്ലുക. അതിങ്ങനെ എന്താവണം? പ്രസരിക്കണം ദുനിയാവിൽ. പിന്നെയാണ് എന്ത് ചെയ്യാ? നിത്യവും സലാം ചെല്ലുന്ന ഒരു കുട്ടിയെ എവിടെയെങ്കിലും വെച്ചൊരു വയസ്സായ മനുഷ്യൻ കണ്ടാലല്ലോ പ്രിയപ്പെട്ടവരെ, ആ വയസ്സായ മനുഷ്യൻ ഈ കുട്ടിയോട് ചെല്ലും അസ്സലാമു അലൈക്കും. കാരണം എന്താ? ഓ സലാമില്ലാതാണ്, ഓ സലാം ചെല്ലുന്ന മോനാണ്. അത് കൊണ്ടുവരണം. ബാപ്പ മക്കൾ പരസ്പരം വീടകങ്ങളിൽ പരസ്പരം ദീനിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന, ഖുർആനികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന, പരസ്പരം സലാം പറയുന്ന, തുമ്മിയാൽ അൽഹംദുലില്ലാഹ് കേൾക്കുമ്പോൾ യർഹമുക്കല്ലാഹ് പറയുന്ന ഏറ്റവും സമ്പൽ സമൃദ്ധിയുള്ള വീടായിട്ട് നമ്മളെ വീട് മാറണം, കുടുംബമായിട്ട് നമ്മളെ കുടുംബം മാറണം പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിലോ മറ്റേതെന്തായി എന്ന് ചോദിച്ചിട്ടാ കയറി വരിക. ബാക്കി മറ്റോട് പറഞ്ഞോളൂ, സലാമൊന്നുമില്ല, ഒന്നുമില്ല. തിരിച്ചു പോകുമ്പോൾ പോയോ പോയിട്ടില്ല അതും അറിയൂല. ഇങ്ങനെ ജീവിക്കുക നമ്മളെല്ലാവരും. മക്കൾക്കറിയില്ല ഇതെപ്പോഴാ ചെല്ലേണ്ടത്, അല്ലേ? ബാങ്ക് കൊടുക്കുമ്പോൾ മിണ്ടാതിരിക്കണമെന്ന് പോലും അറിയാത്തവരാ നമ്മൾ മക്കള്. കാരണം അത് അറിയണ്ടേ എവിടുന്ന? പിന്നെയല്ലേ ബാങ്കിന് മറുപടി. അത് രണ്ടാമത്തേതാണ്. ഇതുപോലും അറിയാത്തവരിട്ട് ഇങ്ങനെ ഒരു സമൂഹം ഇങ്ങനെ ജീവിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും ഹിദായത്തിലാക്കുമാറാവട്ടെ. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതേ വിഷയം പ്രവാചകൻ പറഞ്ഞു, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പിശുക്കനെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു. അപ്പൊ സഹാബത്ത് പറഞ്ഞു, ആരാണ് പ്രവാചകരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഒരാളുടെ അടുത്ത് വെച്ച് എന്റെ പേര് പറയപ്പെട്ടു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പേര് പറയപ്പെട്ട സമയത്ത് സലാത്ത് ചെല്ലാത്തവൻ അവൻ പിശുക്കനാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ പ്രിയപ്പെട്ടവരെ, ഒരാളിൽ പിശുക്ക് വരാനുള്ള കാരണങ്ങൾ പലതാണ്. ഒന്നാമതായി ധനത്തോടുള്ള ഇഷ്ടവും അതിനോടുള്ള അത്യാഗ്രഹവുമാണ്. ആവശ്യത്തിനുണ്ടാകും, പക്ഷെ ഇനിയും കിട്ടണമെന്നുള്ള വിചാരം. അതുകൊണ്ട് തന്നെ സ്വതക്കകൾ കൊടുക്കാനൊക്കെ മടിയായിരിക്കും. ചിലർ അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ പോകും. സഹോദരങ്ങളെ, സ്വതക്കകൾ കൊടുക്കാൻ നമ്മൾ മത്സരിക്കണം. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, ധനത്തെ അമിതമായി സ്നേഹിക്കുന്ന അവസ്ഥയുണ്ടാകും. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് എന്ന് സൂറത്ത് ആദിയാത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ? അവർക്ക് എന്തായിരിക്കും? നിശ്ചയം അവർ ധനത്തോട് കഠിനമുള്ള സ്നേഹത്തിലായിരിക്കും.
ധനത്തെങ്ങനെ മുറുകെ പിടിച്ച് ആളുകളോടൊക്കെ പുച്ഛായിരിക്കും. ഇപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്ന അങ്ങനെയാണ്, ഒരു കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിലാണ്. ആർക്കും ആരെയും വേണ്ട, ഞാനും എന്റെ മോളും എന്റെ ഓളും എന്റെ കെട്ടിയോളും എന്റെ കുട്ടിയോളും എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കിടക്കുകയാണ്. ആരെ കാര്യത്തിന് നമ്മൾ ഇടപെടൂല, നമ്മളെ കാര്യത്തിൽ നിങ്ങളും ഇടപെടണ്ട എന്നിടത്തേക്ക് പോവാണ്. ഗേറ്റ് തുറന്ന ആ വീടുകളിലേക്ക് ഒരാവശ്യം പറഞ്ഞ് പോകാനുള്ള ഒരു സൗകര്യം പോലും വെക്കാതെ ബെൽറ്റ് ഇട്ട് കുടുക്കി കിടക്കുകയാണ്. എന്നിട്ടാരെങ്കിലും തുറക്കുന്നതിന് ഇലക്ട്രോണിക്കൽ ലോക്കാണ്. ഒരു കാരണവശാലും 10 റുപ്യ ചോദിച്ചു കൊണ്ട് വരരുത് എന്നാ ഉദ്ദേശം. എന്നിട്ടൊരു ബോർഡും നായയുണ്ട് സൂക്ഷിക്കുക. ആരെ കൊണ്ടാണാവോ? പ്രിയപ്പെട്ടവരെ ആലോചിക്കണം. ആളുകൾ വരട്ടെ, ആവശ്യക്കാർ വരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടകങ്ങളിലേക്ക് ആളുകൾ വന്നിരുന്നുവോ? വേണ്ടേ? എല്ലാരും അങ്ങനെ കൂട്ടിയിട്ടൊരു ബോർഡും വെച്ചിരുന്നാൽ എവിടെയാണോ സ്നേഹമുണ്ടാവുക? എവിടെയാണോ ഈമാൻ ഉണ്ടാവുക? എവിടെയാണോ ദഅവ നടക്കുക? എവിടെയാണോ ഉദാരത വളരുക? ആരാണോ സഹായിക്കപ്പെടുക? ആലോചിച്ച് നോക്ക്. ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. എന്താ ഇതിന്റെ എല്ലാം മൂല കാരണം? എല്ലാവർക്കും അത്യാവശ്യം പണിയുണ്ട്, പണമുണ്ട് എന്നതാണ് ഇതിന്റെ കാരണം. പരസ്പര സ്നേഹമില്ലായ്മയും ആദരവില്ലായ്മയും ബഹുമാനമില്ലായ്മയും വരുന്നത് എവിടെയാണോ? ഒരു മകന് വാപ്പനോടാണ് അത് ഇല്ലാതായതെങ്കിൽ വാപ്പനേക്കാളും പണമോ വാപ്പനേക്കാളും പണിയോ വാപ്പനേക്കാളും വിദ്യാഭ്യാസമോ അവൻ നേടിയതായിരിക്കും അതിന്റെ കാരണം. യാതൊരവില്ലായ്മ ഉണ്ടാവുക അതുണ്ടാവരുത് പ്രിയപ്പെട്ടത്. എവിടെ അത് ഇല്ലാതാകുന്നുവോ ആ എല്ലാ ബറക്കാത്തുകളും ആ മേഖലയെ നമ്മൾ എടുത്തു മാറ്റുക. എല്ലാ തൗഫീക്കിന്റെ വാതിലുള്ള അടച്ചുകളയും കുടുങ്ങും നമ്മൾ. അതുകൊണ്ട് ആ കാര്യത്തിലും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. രണ്ടാമതായി ഒരാൾക്ക് വരാനുള്ള കാര്യം അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളെപ്പറ്റിയും മുന്നറിയിപ്പുകളെ പറ്റിയുമുള്ള ദൃഢവിശ്വാസമില്ലായ്മയാണ് ഒരു കാരണം പിശുക്കാനുള്ള. അള്ളാഹ് നൽകിയ വാഗ്ദാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യട്ട് പറയാണ്. സത്യട്ട് 3 കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. മാ നഖസ മാല അബ്ദിൻ മിൻ സദഖ. ഒരു അബ്ദ്, ഒരു അടിമ സദഖ ചെയ്താൽ ഒട്ടും കുറയൂല പ്രിയപ്പെട്ടവരെ. ഓന്റെ സമ്പത്തിൽ നിന്ന് അള്ളാഹുവാണ് സത്യം എന്ന് പറഞ്ഞ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. റസൂലുള്ളാഹി പറഞ്ഞ എല്ലാം സത്യമെന്ന് നമുക്കറിയാം. എല്ലാം വഹീന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം. ആ റസൂലാണ് എന്ത് ഒരു കാര്യം പറഞ്ഞാൽ ജനങ്ങൾ അതിന് വിപരീതമായി ചിന്തിക്കുമോ എന്നിടത്താണ് റസൂലുള്ളാഹി സത്യട്ട് പറയാറുള്ളത്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ സദഖ ചെയ്തതിന്റെ പേരിൽ ഒരുത്തനും ദരിദ്രനാകുന്ന പ്രശ്നമില്ല കേട്ടോ. ഇത് റസൂൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് പേടിക്കാനാ? പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഇനിയോ ചെലവഴിക്കാത്തവർക്ക് നൽകപ്പെടുന്ന ശക്തമായ മുന്നറിയിപ്പുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അതാണ് നേരത്തെ പറഞ്ഞത്. ഖുൽ ഇന്ന റബ്ബി യബ്സുതു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു. നിശ്ചയമായും എന്റെ റബ്ബ് തന്റെ അടിയാന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉപജീവനം വിശാലമാക്കി കൊടുക്കുന്നു. എന്നാൽ ഒരു കൂട്ടർക്ക് അള്ളാഹു അവന്റെ ഉദ്ദേശപ്രകാരം കുറച്ചാളുകൾക്ക് കുടിസായതായി നൽകുന്നു. എന്നാൽ നിങ്ങൾ ഏതൊരു വസ്തു ചെലവഴിക്കുന്നതായാലും അവൻ നിങ്ങൾക്ക് അതിന് പകരം നൽകുന്നതാണ്. അവൻ ഉപജീവന മാർഗം നൽകുന്നവരിൽ ഉത്തമനാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയാണ്, കുറച്ചാളുകൾക്ക് ഒന്ന് കുടിസാക്കും, കുറച്ചാളുകൾക്ക് ഒന്ന് വിശാലമാക്കും. പക്ഷെ ഉപജീവനം നൽകുന്നത് അള്ളയാണ്. ഈ പരസ്പരം സഹായിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അത് വിശാലമാക്കി കൊടുക്കും. ഇനിയോ ചെലവഴിക്കാത്ത ആളുകൾക്കോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ഓരോ ദിവസവും പ്രഭാതം പൊട്ടിവിടരുമ്പോൾ 2 മലക്കുകൾ ഇറങ്ങി വരും. അതിലൊരാൾ ഇങ്ങനെ പറയും, അള്ളാഹുവേ, ചെലവഴിക്കുന്നവന് നീ പകരം കൂടുതൽ നൽകണമേ. മറ്റേ മലക്ക് പറയത്രേ, അള്ളാഹുവേ, ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവന് നീ നാശം കൊടുക്കണമേ. നഊദു ബില്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചെലവഴിക്കാതെ പിശുക്കനെതിരെ ഒരു മലക്ക് പ്രാർത്ഥിക്കും, ഉദാരമതിക്ക് വേണ്ടി ഒരു മലക്ക് പ്രാർത്ഥിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു കാര്യം, പിശുക്കനാകാനുള്ള കാര്യം മക്കളെ കാര്യത്തിലുള്ള ഭയപ്പാടാ. ഞാനിതിങ്ങനെ കൊടുത്തു തീർത്താൽ എന്റെ മക്കള് ഭാവിയിൽ പട്ടിണിയാവും. മക്കള് ഭാവിയിൽ പട്ടിണിയാവുന്നത് മൂപ്പര് കബറിന്ന് കാണുന്ന മൂപ്പര ധാരണ. മക്കളൊക്കെ നിങ്ങൾ പോറ്റുന്നതിനേക്കാൾ ഭംഗിയിലുള്ള പോറ്റോളൂ. നമ്മൾ പോലും ഈ പണം ഉണ്ടാകുന്നത് ആളുകൾ പറയും, കുറെ മക്കളൊക്കെ പറയുമ്പോൾ പലരുടെ കമന്റ് എങ്ങനെയാ പോറ്റാന്ന്. നമുക്കൊക്കെ കുറെ മക്കൾ വന്ന ശേഷമാണ് വീടും വാഹനവും സമ്പാദ്യവും പൈസയും നമ്മൾ കാണാൻ തുടങ്ങി. അല്ലാഹുവാണ് സത്യം. എനിക്കൊക്കെ മക്കളില്ലാത്ത കാലത്ത് ദരിദ്രനാണ്. ഒരു കുട്ടിയായപ്പോ കുറച്ച് വർഷം വന്നു, പണം വന്നു. 2 കുട്ടിയായപ്പോ ഗൾഫിൽ നിന്ന് ഒരു പാകിസ്ഥാനി പറഞ്ഞു, എന്തിനാ ഇത്ര മക്കൾ പോറ്റാൻ കഴിയുമെന്ന്. മക്കൾക്ക് വരുന്ന റിസ്ക്കാണോ വാപ്പയും ഉമ്മയുമായ നമ്മൾ തിന്നുന്നത്? മക്കൾക്ക് വരുന്നതാണ്, മക്കളെ വകയിൽ വരുന്നതാണ്. നിങ്ങളെ കൂട്ടത്തിൽ ഇനി ഒരു ദുർബലനുണ്ടെന്ന് വിചാരിച്ചോ? ആ ദുർബലനാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണത്തിന്റെ പിന്നിലുള്ള കാരണക്കാരൻ. ഒരു രോഗിയുണ്ടെന്ന് വിചാരിച്ചോ? ആ രോഗിക്ക് വേണ്ടിയാണോ നിന്റെ വീട്ടിലേക്ക് അരി എത്തുന്നത്?
ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. മക്കളെ ഭയന്നിട്ട് പിശുക്കി വെക്കുക, മക്കളെ ഭയന്നിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കരുതൽ എന്ന് വിചാരിച്ച് അവിടെ ഇവിടെയൊക്കെ പ്രോപ്പർട്ടി ഒക്കെ വെച്ചിട്ട് ഹവായി ചെരുപ്പിട്ട് നടക്കുക. നല്ലൊരു ചെരുപ്പ് പോലും ആ മനുഷ്യൻ ധരിക്കൂല, നല്ല ഭക്ഷണം കൊടുക്കൂല. അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആരായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ്? പ്രവാചകൻ പറഞ്ഞു, നിക്കാഹ് കഴിഞ്ഞു എന്ന് കേട്ടപ്പോൾ, കൊടുക്ക് അബ്ദുറഹ്മാനെ, ആടിനെ അറുത്തിട്ട് കൊടുക്കുന്നു. ആടിനെ അറുത്ത് കൊടുക്കാനുള്ള സമ്പത്തുള്ള കൊടുക്കണം. അത് അവിടേക്ക് എത്തുമ്പോൾ നമ്മളൊരു ബിസ്മി കല്യാണാക്കുക. എന്തിനാണ് ബിസ്മി? ചുരുങ്ങണം. ഈ ധാരാളിത്തം ഉണ്ടാവരുതൊക്കെ ശരിയാണ്, പക്ഷെ പണമുള്ള ആളുകളിൽ നിന്ന് പാവപ്പെട്ടവർ ഭക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം, അവരുടെ സദഖകൾ സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാവണം, അവരുടെ കുപ്പായത്തുണികൾ ഈ ആഘോഷ സുദിനമായ ഈദുകളിൽ പാവപ്പെട്ടവന്റെ വീട്ടിലെത്തുന്ന സംവിധാനം ഉണ്ടാകണം. എങ്കിൽ ആ മനുഷ്യനെ പറ്റി ഒരുത്തനും അയാൾ പിശുക്കനാണെന്ന് പറയുന്ന പ്രശ്നമില്ല പ്രിയപ്പെട്ടവരെ. അവിടേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു നമുക്കെല്ലാവർക്കും ആ കാര്യത്തിൽ സൂക്ഷിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അയ്യുഹന്നാസ് തഖ്വാഹ ഇബാദല്ലാഹ്. മറ്റൊരു കാരണമാണ് പ്രിയപ്പെട്ടവരെ ദാരിദ്ര്യ ഭയവും സമ്പത്തിനോടുള്ള ആഗ്രഹം. ദാരിദ്ര്യം വരുമോന്ന് പേടിച്ചിട്ട് വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാക് എന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങൾ ദാരിദ്ര്യ ഭയത്താൽ നിങ്ങളെ മക്കളെ കൊല്ലരുത്. ഈ ആയത്തും അർത്ഥവും വായിക്കുമ്പോൾ നമ്മൾ ആര് കൊല്ലുന്നു? ഇഷ്ടംപോലെ ആളുകൾ കൊല്ലുന്നുണ്ട്. പക്ഷെ കൊലാന്നല്ല നമ്മൾ പറയുക, ഇംഗ്ലീഷിൽ അബോർഷൻ എന്നാ പറയുക അല്ലേ? ജാഹിലിയ കാലത്ത് ജീവനോടെ പെൺകുട്ടികളെ മണ്ണിട്ട് മൂടുമ്പോൾ 8, 10, 12 മണിക്കൂറാണ് അത്ര വിശുദ്ധന്മാര് പറയുന്നത് അവരുടെ ജീവൻ പോവാൻ. ശ്വാസനാളത്തിലേക്ക് മണ്ണ് കയറി ലെൻസിൽ മണ്ണെത്തി ശ്വാസോച്ഛ്വാസങ്ങൾ നിലച്ച കുട്ടി മരിക്കുകയാണ്. എന്നാൽ അബോർഷൻ എന്ന ഓമന പേരിട്ട് ആളറിയാതെ നമ്മൾ കൊടുക്കുന്ന മരുന്നും ഇഞ്ചക്ഷനും ഉണ്ടല്ലോ, ഈ നമ്മളെ ഒന്നും ചെയ്യാതെ നമുക്ക് ബറക്കാത്തുമായി വന്ന ഉദരത്തിൽ നാം കിടക്കുന്ന നമ്മളെ ഇടങ്ങേറാക്കാത്ത ആ സാധു ജീവനെ കൊല്ലുമ്പോൾ അവന്റെ ജീവൻ നഷ്ടപ്പെടാൻ, ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടാൻ എടുക്കുന്ന മണിക്കൂറുകൾ 30 അതിന് മുകളിലുമാണെന്നാണ് വിശുദ്ധന്മാര് പറയുന്നത്. 10-30 മണിക്കൂറുകൾ മരുന്ന് വെറ്റി കുഞ്ഞം മല്ലിട്ടിട്ടാ ഇതിനെ കൊല്ലുന്നത്. ആളറിയാതെ എത്ര പേർ കൊല നടത്തിയിട്ടുണ്ടാവും പ്രിയപ്പെട്ടവരെ. ഓല തഖ്തുലു ഔലാദകും, പോറ്റാൻ കഴിയൂല എന്ന് പേടിച്ചിട്ട്, പെണ്ണാണെന്നറിഞ്ഞാൽ പൊന്നു വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട്, ഗോൾഡിന് പൊന്നിന് അളവ് കൂടുമ്പോൾ മാർക്കറ്റിലെ നിലവാരം പത്രത്തിൽ വരുമ്പോൾ പ്രസവം വേണ്ടാന്ന് തീരുമാനിക്കാൻ ഇപ്പുറത്തുനിന്ന്. അങ്ങനെ ആവരുത് നമ്മളാരും. അതുപോലെ തന്നെ മരണപ്പെടുന്ന സമയത്ത് ഏറ്റവും നല്ല ഈമാനോടുകൂടി മരിക്കുക എന്നത് പ്രിയപ്പെട്ടവരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്വാലിഹീങ്ങളായി ജീവിക്കാൻ നമുക്ക് കഴിയണം, സ്വാലിഹീങ്ങളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നൊരു ചരിത്രമുണ്ട്. പ്രവാചകന്റെ കാലത്ത് ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നുബുവത്ത് അവകാശപ്പെട്ട് സംസാരിച്ച കുറച്ച് ആളുകളുണ്ടായിരുന്നു. അതിലൊന്നാണ് അസ്വദുൽ അനസി, അതേപോലെ തന്നെ ഈ മുസൈലിമത്തുൽ കദ്ദാബ്. ഒരു ഭാഗത്ത് അദ്ദേഹം യമാമയിൽ അദ്ദേഹം ഞാൻ നബിയാന്നും പറഞ്ഞു നടന്നു, പ്രവാചകന്റെ നാട്ടിൽ ഇദ്ദേഹം നടന്നു. അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെടുകയാണ്. ആ കൊല്ലപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അസ്വദുൽ അനസി കൊല്ലപ്പെട്ടത്, ആ അദ്ദേഹത്തെ കൊന്നത് റജുലുൻ സാലിഹ്, സ്വാലിഹായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ കൊന്നത് എന്ന് പറഞ്ഞു. ആ സ്വാലിഹായ മനുഷ്യൻ ആരാണെന്ന് സഹാബത്ത് ഇങ്ങനെ തേടിപ്പിടിച്ചു കണ്ടുപിടിച്ചു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ഫൈറൂസ് അദ്ദൈലമിയായിരുന്നു. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അബൂബക്കർ സിദ്ദീഖിന്റെ ഭരണകാലം വന്നു, അദ്ദേഹം വഫാത്തായി. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലത്ത് ഈ ഫൈറൂസ് അദ്ദൈലമി അദ്ദേഹം യമനിലും പേർഷ്യയിലൊക്കെ ആയിട്ടാണ് ജീവിച്ചത്. റസൂലുള്ളാഹി മരിക്കുന്ന കാലത്തും അദ്ദേഹം യമനിലാണ്. അദ്ദേഹം എന്ത് ചെയ്തു? മദീനത്തെത്തി എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് അറിഞ്ഞു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് വിളിപ്പിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കൽ കാണാൻ വേണ്ടി, ഖലീഫയെ കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ തിക്കും തിരക്കായിട്ട് പുറത്തു നിൽക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ വിളിക്കുന്നതിനിടയിൽ ഒരു ഖുറൈശിക്കാരനായ യുവാവും കൂടി ഇങ്ങനെ കയറി. ആ തിക്കും തിരക്കിനിടയിൽ ഈ ഫൈറൂസ് അദ്ദൈലമിക്ക് ഇങ്ങോട്ട് മുന്നോട്ട് നടക്കാൻ കഴിയാത്തൊരു ബ്ലോക്ക് ഉണ്ടാക്കിയ സമയത്ത് ഒരൊറ്റ കുത്തു വെച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ മുഖത്ത്, ഖുറൈശിക്കാരന്റെ മുഖത്ത്. മുഖാകെ ചുവന്നു, മൂക്കൊക്കെ ഇങ്ങനെ വീങ്ങി. അങ്ങനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കലേക്ക് എത്തുന്നത്. ആ സമയത്ത് നല്ല വെളുത്തു സുന്ദരനായ ഖുറൈശിക്കാരന്റെ മുഖം ഇങ്ങനെ ചുവന്ന് കണ്ടപ്പോൾ ഖലീഫ ചോദിച്ചു, എന്താ ഇത്? അദ്ദേഹം പറയുക, ഈ മനുഷ്യൻ എന്നെ കുത്തിയതാണ്. ഫൈറൂസ് അദ്ദൈലമി പറഞ്ഞു, ഞാന് നിങ്ങൾ വിളിച്ചിട്ട് കയറി വരുമ്പോൾ ഇവനിങ്ങനെ തിക്കും തിരക്കാക്കിയപ്പോൾ എന്നോട് അടിച്ചു പോയതാന്ന് പറഞ്ഞു. അപ്പൊ ഉമർ ഖത്താബ് പറഞ്ഞു, കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യണം? തിരിച്ച് പ്രതികാര നടപടിയുണ്ട്, ഇതേപോലെ അദ്ദേഹത്തിന് നിങ്ങളെ കുത്താം.
ഈ ഖുറൈശിക്കാരനായ യുവാവാണെങ്കിൽ നല്ല ദേഷ്യം പിടിച്ചു നിൽക്കുന്ന സമയമാണ്. അങ്ങനെ കുത്താൻ ഒരുങ്ങുക, റെഡി 1 2 3 എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച മനുഷ്യനാണ് ഈ മനുഷ്യൻ, ഫൈറൂസ് ദൈലമി. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു നബി നാട്ടിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാനും നബിയാണെന്ന് പറഞ്ഞൊരു മനുഷ്യനെ കൊന്നത് ഈ സ്വാലിഹായ മനുഷ്യൻ. അന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്, വറജുലുൻ സ്വാലിഹ്. ആ മനുഷ്യൻ, ആ വൃത്തികെട്ട അസ്വദുൽ അനസി എന്ന നുബുവത്ത് അവകാശപ്പെട്ട മനുഷ്യനെ കൊന്നത് ഈ ഫൈറൂസ് ദൈലമിയാണ്. അന്ന് റസൂൽ ഇദ്ദേഹത്തെ പറ്റി വറജുലുൻ സ്വാലിഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുറൈശിക്കാരനായ യുവാവാകെ ബേജാറായി. ഖുറൈശിക്കാരനായ യുവാവ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിക്കുകയും പ്രവാചകന്റെ നാവ് കൊണ്ട് റജുലുൻ സാലിഹ് എന്ന സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്ത ഈ മനുഷ്യനെ ഞാൻ കുത്തേ, ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫൈറൂസ് ദൈലമി തന്റെ കയ്യിലുണ്ടായിരുന്ന വില കൂടിയ വസ്ത്രവും വില കൂടിയ വാളും അതേപോലെ തന്റെ വാഹനവും 3000 ദീനാറോ ദിർഹമോ തുകയും അദ്ദേഹത്തിന് സമ്മാനം നൽകുന്ന. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. തിൽക്കൽ ജന്നത്തുല്ലത്തി നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖയ്യ എന്ന് പറഞ്ഞു. ഏറ്റവും നല്ല മനുഷ്യരായിട്ട് സൂക്ഷ്മതയോടുകൂടി ജീവിച്ചാൽ അള്ളാഹു അയാൾക്ക് എല്ലാം റെഡിയായി കൊടുക്കും. നാട്ടിൽ നല്ല പേരുണ്ടാകും, വറജുലുൻ സ്വാലിഹ്. അങ്ങനെ ഒരു പേര് നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. പിശുക്കനായി ജീവിച്ചാൽ അത് കിട്ടില്ല, അസൂയക്കാരനായി ജീവിച്ചാൽ അത് കിട്ടില്ല, അഹങ്കാരിയായി ജീവിച്ചാൽ അത് കിട്ടില്ല, ധൂർത്തനായി ജീവിച്ചാൽ കിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഏറ്റവും നല്ല വ്യക്തിത്വം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചര്യയെ അനുസരിച്ച് തിന്മകളെ മാറ്റി നിർത്തി ജീവിക്കാൻ സാധിച്ചാൽ നമ്മൾ നല്ല മനുഷ്യനാണെന്നറിയപ്പെടും. എവിടെയും നമുക്ക് അതിന്റെ ഇസ്സത്തും അതിന്റെ പ്രതാപവും അതിന് കിട്ടുന്ന ഗുണവും ചെറുതായിരിക്കില്ല. അദ്ദേഹം കണ്ടില്ലേ, തിരിച്ചു കുത്താൻ നോക്കിയ മനുഷ്യൻ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെയുള്ള പരിക്കുകൾ ഒരുപക്ഷെ ഉണ്ടാകും. വീട്ടിൽ പോയി ചോദിക്കുക മക്കളോട്, വാപ്പനെ പറ്റി എന്താ അഭിപ്രായം, വാപ്പന്റെ ഇടപാടിൽ വല്ല പിശുക്കും തോന്നിയിട്ടുണ്ടോ? മക്കൾ സത്യസന്ധമായിട്ട് പറയും, ആ വാപ്പ നല്ല പിശുക്കനാങ്ങൾ, തിരുത്തിക്കോളി. നാട്ടുകാരോട്, അയൽവാസിനോട്, ചങ്ങാതിനോടൊക്കെ ചോദിക്കും. റസൂലുള്ളാഹി പറഞ്ഞത്, ഒരു മനുഷ്യനെ ശരിക്കറിയണമെങ്കിൽ അയാളായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയാൽ മതി. ഒരു മനുഷ്യനെ ശരിക്കറിയണമെങ്കിൽ അയാളെ പേരെ യാത്ര ചെയ്താൽ മതി. നമ്മളൊക്കെ ഓരോ പിശുക്കരെയും കണ്ടുപിടിച്ചത് യാത്രയിലായിരിക്കും. പിശുക്കരെ കണ്ടുപിടിച്ചത് സാമ്പത്തിക ഇടപാടിന്റെ സമയത്തായിരിക്കും. ഓരോ കാര്യവും നമ്മുടെ മനസ്സിലിങ്ങനെ മിന്നുന്നുണ്ടാവും ആളുകളെ. പ്രിയപ്പെട്ടവരെ, അവരൊന്നും നമ്മൾ നോക്കണ്ട, നമ്മൾ നമ്മളെ നോക്കിയിട്ട് തിരുത്തുക. അള്ളാഹു നന്നാവാനുള്ള സാഹചര്യവും അറിവും കഴിവും ഈമാനും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم انصرنا الإخوان المسلمين في كل مكان. توفنا مسلما وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد.